നിങ്ങളുടെ കരിയർ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ ജോലിക്ക് ശ്രമിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സസ്, സ്കിൽ സെറ്റ്സ് നിങ്ങൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാനിവിടെ പങ്കുവയ്ക്കാം. നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ജോലിയാണോ ശ്രമിക്കുന്നത്, ലിങ്ക്ഡിനിൽ പോയിട്ട് ആ ജോബ് റോൾ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരത് കൃത്യമായിട്ട് എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആണ് വേണ്ടത്, ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അത് ഗുണകരമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻക്രീസ് യുവർ വിസിബിലിറ്റി ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങും നിങ്ങളുടെ വിസിബിലിറ്റിയും കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസ് യുവർ സോഷ്യൽ മീഡിയ പ്രസൻസ്. നിങ്ങളുടെ ഐഡിയാസും തോട്ട്സും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, ഫൈൻഡ് എ മെൻറ്റർ ഓർ എ കോച്ച്. നിങ്ങൾ ഏത് മേഖലയിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയെ ബന്ധപ്പെട്ട ഒരു മെൻറ്ററെയോ കോച്ചിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ അവരിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്രയധികം മെൻറ്റേഴ്സ് ഉണ്ടോ അത്രയധികം നല്ലതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 ടിപ്സിൽ ഏത് ടിപ്പാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകണമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമോ?